ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യം തന്നെ അതാണ്, ലോകത്തിൽ കർമ്മം ചെയ്തുകൊണ്ട് ഇതിലിരിക്കാൻ പറ്റുമോ? ഇത് സമ്പാദിക്കുമോ? അതിനു മുമ്പേ ഇത് ചോദിച്ചാലോ? ആദ്യം കുറച്ചെങ്കിലുമൊക്കെ ഇത്രയും കാലം ലോകത്തിൽ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചില്ലേ? എൻ്റെ പ്രാരബ്ധങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം ആത്മജ്ഞാനം സുഖമായി ശിഷ്ടജീവിതം ജീവിക്കുന്നതിന് ഉപദേശം നൽകാൻ പറ്റുമോ എന്നാണ്. ആത്മജ്ഞാനം നേടിയിട്ട്. അപ്പോൾ ആത്മജ്ഞാനമാണ് ആദ്യം നേടുക, പിന്നെ നോക്കാം. അപ്പം അത് നേടാൻ കുറച്ച് നേരത്തേക്കൊക്കെ എല്ലാം ബാക്കിയുള്ളതൊക്കെ രണ്ടാമതാവണം. ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. ബാക്കിയുള്ളതൊക്കെ രണ്ടാമതാവണം. കാരണം ബാക്കിയുള്ളതൊന്നും നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. അധികം പേർക്കും അത് സാധ്യമല്ല. അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ ഒന്നും സെക്കൻഡറി ആയിട്ട് ഇരുന്നിട്ട് മുഖ്യമായി ഈ സത്യം ഒന്ന് നിശ്ചയിക്കട്ടെ എന്ന് തീരുമാനിച്ച് അതിനെ കേൾക്കുകയും അതിനെ മനനം ചെയ്യുകയും സ്വയം ഉറപ്പ് വരുന്നവരയ്ക്കും ഗുരു അനുഗ്രഹം പൂർണ്ണമായി നമുക്ക് അനുഭവത്തിൽ വരുന്നവരയ്ക്കും ഗുരുവാക്യം കൊണ്ട് തന്നെ നമുക്കത് നിശ്ചയം വരണം. അങ്ങനെ വരണവരയ്ക്കും കുറച്ച് കാലം ക്ഷമയോടെ ഇരുന്ന് ഇതിനു വേണ്ടി കുറച്ച് സമയം കൊടുക്കണം. ഈ സമയം കൊടുത്ത് ഈ സത്യം ഉള്ളിൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാരബ്ധം എന്നൊക്കെ അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് പ്രാരബ്ധം എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും പ്രാരബ്ധം എന്ന് പറയുന്നത്, പ്രാരബ്ധം എന്നുള്ളത് ജീവൻ മുക്തന് മാത്രമാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ആഗാമിയുണ്ട്, സഞ്ചിതമുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്ന കർമ്മമുണ്ട്, ഇനി ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. പ്രാരബ്ധം മാത്രമുള്ളത് ജീവൻ മുക്തൻ്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് വലിഞ്ഞു കയറി നമ്മൾ ഒന്നും പറയാൻ പാടില്ല. നമ്മൾക്ക് ആത്മജ്ഞാനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ അങ്ങോട്ട് അനുസരിക്കുക, ഉപാസന ചെയ്യുക, മനസ്സിനെ ശാന്തമാക്കുക, ആത്മവിചാരം ചെയ്യുക, തത്വനിശ്ചയത്തിനായി ഉദ്യമിക്കുക. അങ്ങനെ ഉള്ളിൽ ഭഗവത് അനുഭവം വരുമ്പോൾ ബാക്കിയൊക്കെ ഭഗവാൻ രമണ മഹർഷി പറയും, മനുഷ്യൻ്റെ ഈ ജീവൻ്റെ അഹങ്കാരം പോയി കഴിഞ്ഞാൽ ഒരു മഹാശക്തി ആ ശരീരത്തിനെ പിടിച്ചെടുത്ത് അതിൻ്റെ കാര്യം നടത്തും എന്നാണ്. അതാണ് കാരണവിഗ്രഹം എന്ന് പറഞ്ഞത് ഇവിടെ. അപ്പം നിങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, എന്നെക്കൊണ്ട് ആത്മജ്ഞാനം നേടിക്കഴിഞ്ഞ് ലോകത്തിൽ ജീവിക്കാൻ പറ്റുമോ? അത് ജ്ഞാനം കഴിഞ്ഞിട്ട് ആ സ്ഥിതി എന്താണെന്നേ അറിയില്ലല്ലോ ഇപ്പോൾ. അതുകൊണ്ട് അത് നേടിക്കഴിയുമ്പോൾ ഒരു മഹാശക്തി ആ ശരീരത്തിനെ ഒരു യന്ത്രമാക്കി വെച്ചുകൊണ്ട് പ്രവർത്തിച്ചോളും. എന്താണോ നടക്കേണ്ടത്, പ്രാരബ്ധായ സമർപ്പിതം സ്വവപുഹു ഇതി ഏഷാ മനീഷാ മമ. അപ്പോൾ ആ ശരീരം കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണമോ അത് ആ ശക്തി ചെയ്യും. ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞു, നിമിത്തമാത്രം ഭവ സവ്യസാചിന്. നീ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട്, ഒരു നിമിത്തമായിട്ട് ഇരിക്കുക എന്നാണ്. ഞാൻ ചെയ്തോളാം ബാക്കിയൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സംശയമേ നമുക്ക് വരില്ല. ജ്ഞാനത്തിൻ്റെ ലക്ഷണം തന്നെ എന്താണെന്ന് വെച്ചാൽ സംശയങ്ങളൊക്കെ പോകും. സംശയിക്കുന്ന ആളെയും കാണാനുണ്ടാവില്ല, കർമ്മങ്ങളൊക്കെ കൊഴിഞ്ഞു പോകും, ശാന്തി ഉണ്ടാവും. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ച അസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. ആ ആത്മദർശനം വരുമ്പോൾ കർമ്മങ്ങൾ കൊഴിഞ്ഞുപോയി. കർത്തൃത്വം, ഞാൻ കർമ്മം ചെയ്യുന്നു എന്നുള്ളതാണ് കർമ്മം, അത് ഉള്ളിന്ന് പോയി. ഞാൻ അനുഭവിക്കണു, അതും പോയി. അപ്പോൾ പിന്നെ എന്ത് നടക്കണോ നടക്കും.